നാം കാണുക, അത് കാൽവറിയുടെ ഒരു മലയാണ്. എന്താണ് അവിടെ സംഭവിക്കുക? നോക്കൂ, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത സിയോൻ പർവ്വതം, പക്ഷേ ആർക്കും അടുത്തുകൂടാൻ വയ്യ. പക്ഷേ എല്ലാവർക്കും കടന്നു ചെല്ലാൻ വേണ്ടി ഒരു മലയൊരുക്കി, കാൽവറിയുടെ മലയാണ്. ആ മലയുടെ മുകളിലൂടെ നമുക്കൊന്ന് പോകാം. എന്തിനാണ് കർത്താവ് ദൈവം അന്ന് മനുഷ്യന് വേണ്ടി ഒരുക്കിയത്? ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരും പാപം ചെയ്തു കഴിഞ്ഞ് മനുഷ്യർക്ക് പാപപരിഹാരാർത്ഥം യാഗകർമാദികൾ നടത്തിയപ്പോഴും ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളിലൂടെ നടന്നു പോയിട്ട് പാപപരിഹാരം നടക്കാതെ വന്നപ്പോൾ മനുഷ്യൻ നിലവിളിച്ചു, അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനും പാപത്തിനും അധീനമായ ശരീരത്തു നിന്ന് എന്നെ ആര് വിടുവിക്കും? ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായ യേശു 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 33.5 വയസ്സിൽ 6 കോടതി തന്നെ വിസ്തരിക്കുക. അന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി മതകോടതി വിസ്തരിച്ചു. അന്നാസും കയ്യഫാവും സന്നദ്ധരി സംഘവും 3 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. അവരുടെ രാത്രി കോടതി കൂടി. രാത്രി കോടതിയില്ല സാധാരണഗതി. യാക്കൂബിനെ തൂക്കിക്കൊല്ലുന്ന വെളുപ്പിനെ അന്ന് അടിയന്തരമായൊരു കോടതി രാത്രി കൂടി. പലരും ഉറക്കളച്ച് കോടതി വിധി കാത്തിരുന്നു. ഞാനിരുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അതൊക്കെ അടിയന്തര ഘട്ടങ്ങളിൽ കൂടുന്ന കോടതി. പക്ഷേ കർത്താവിനെ ക്രൂശിക്കാൻ അവരടിയന്തര മതകോടതി രാത്രി കൂടി. എന്നിട്ട് കോറവും തികഞ്ഞില്ല, സാക്ഷികൾ വഴികൾ ഒത്തു വന്നില്ല, കുറ്റപത്രം നിരത്തിയില്ല. എന്നിട്ടും അവർ കുറ്റപത്രം തയ്യാറാക്കി ഇവനെ ക്രൂശിക്കണം. പിലാത്തോസിന് കൈമാറി. പിലാത്തോസ് യേശുവിനെ ഹെരോദാസിന് കൈമാറി. ഹെരോദാസ് ഒരു തെറ്റും കാണാഞ്ഞിട്ട് തിരിച്ച് പിലാത്തോസിന് കൈമാറി. 6 കോടതികൾ. ഒടുവിൽ 6 കോടതിയുടെ വിസ്താരത്തിൻ്റെ ഒടുവിൽ പിലാത്തോസ് ഒരു വെർഡിക്റ്റ് പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ അടുപ്പിച്ച് വിട്ടയക്കും. അടി തുടങ്ങി. ഒരു കൽത്തിറങ്കിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ടടിച്ചു. അടികൊണ്ട് അവരുടെ ദുഃഖം തീരുവെന്നാണ് ഓർത്തത്. പക്ഷെ അവർ ആക്രോശിക്കാൻ തുടങ്ങി, അവനെ ക്രൂശിക്കണം. അപ്പോൾ പീലാത്തോസ് ഒരു കാര്യം എടുത്തു. 2 പേരെ കൊണ്ടു നിർത്തി. ഒന്ന് യേശു, മറ്റൊന്ന് ബറബാസ്. ബറബാസിനെയും യേശുവിനെ മുൻനിർത്തി. ആരെ വേണം? പെരുന്നാൾ തോറും ഒരാളെ വിട്ടയക്കും, നിങ്ങൾക്ക് ആരെ വേണം? അവർ നിലവിളിച്ചു, ഉറക്കെ വിളിച്ചു, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ആരെ മതി? ബറബാസിനെ വിട്ടുക, അവനെ ക്രൂശിക്കാം. നിലവിളി അധികമായപ്പോൾ പിലാത്തോസിന് നിവൃത്തിയില്ല. പിലാത്തോസ് അതനുസരിച്ചു. യേശുവിനെ, നിങ്ങളുടെ രാജാവിനെ ഇതാ കൊണ്ടുപോകാൻ പറഞ്ഞു കൊടുക്കുന്നു. ബറബാസിനെ പുറത്തേക്ക് വിട്ടു. ബറബാസ് ബെറിയോന ശീമോന്റെ മകൻ ബെറിയോന ശീമോൻ. ബർ അബാസ് അബ്ബായുടെ മകൻ. ബറബാസും ഒരിടത്ത്. അത് അബ്ബായുടെ മക്കളാണ്. നമ്മളെല്ലാം ആ ലൈനിൽ ഇങ്ങേ അറ്റം നിപ്പുണ്ട്. അപ്പുറത്ത് ഏകജാതനായ ക്രിസ്തു നിപ്പുണ്ട്. ബറബാസ് പുറത്തോട്ട് പോയി. യേശു കാൽവറി മലയിലേക്ക് പോയി. ബറബാസ് ഇങ്ങനെ പുറത്തോട്ട് പോയപ്പം ഞാൻ എൻ്റെ വായിച്ചിട്ട് ബറബാസിൻ്റെ പുറകെ ഒന്ന് യാത്ര ചെയ്തു. നമുക്കൊരിഷ്ടമല്ലേ? ചിലപ്പോൾ നമ്മളിങ്ങനെ പുറകെ പോകാറില്ല. പിള്ളേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പുറകെ പോകും. എന്തിനാ? എവിടെ പോകുകയെന്നറിയാൻ. നമ്മളിങ്ങനെ പുറകെ പോകുന്നതല്ലേ? ബറബാസിൻ്റെ പുറകെ ഒന്ന് പോയി. ബറബാസ് ഇങ്ങനെ നടന്ന് ഒരു വീട്ടിലെത്തിയിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നു. ബറബാസിൻ്റെ മോൾ ഇറങ്ങി വന്നു. അവൾ അന്തം പിഴുങ്ങി നിൽക്കുക. ഇതാരാ നിൽക്കുക? അപ്പായാണോ? പക്ഷേ കണ്ടിട്ട് പപ്പ തന്നെ. അവൾ ഓടിപ്പോയി അമ്മച്ചിയോട് പറഞ്ഞു. അപ്പ വന്നു. ഭാര്യയോട് പറഞ്ഞു. ഭാര്യ വന്നിങ്ങനെ നോക്കി നിൽക്കുക. അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മോനാണോ? മോനാ. അമ്മ 1000 ഉമ്മ കൊടുക്കുന്നു. എന്താ പറ്റി? മക്കൾ ചുറ്റും നിൽക്കുന്നു. ഭാര്യ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നു. പക്ഷെ ബർബാസ് കരയുക. ബർബാസിന് ചോദിച്ചു, എന്താ സംഭവിച്ചേ? ബർബാസ് പറയും, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ കണ്ടു. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ഏകജാതൻ അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ പോകേണ്ട നമ്മൾ ഇറങ്ങി പുറത്തോട്ട് നടന്നു. അതാണ് കാൽവറി മലയിൽ നടന്നത്. ഒരാൾ പുറത്തോട്ട് പോകാൻ, നമ്മളെല്ലാം മരണത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരാൾ അങ്ങോട്ട് നടന്നു പോയി. ആ മലയിൽ ക്രൂശിക്കപ്പെടേണ്ട നമ്മൾ പുറത്തോട്ട് നടന്നത്, സ്വതന്ത്രരായി നടക്കപ്പെട്ടത് ഒരാൾ നമുക്ക് പകരം അങ്ങോട്ട് നടക്കപ്പെട്ടു കാൽവറി മലയിലേക്ക്. ബർബാസിന് സന്തോഷമല്ല, ബർബാസ് കരയുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരുവൻ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഞാനോ കലഹക്കാരൻ, അവിടുത്തെ പ്രതികളിൽ ഒരാൾ. പക്ഷെ ആ നിൽക്കുന്നവൻ നന്മ മാത്രം സുവിശേഷിച്ചവൻ. അവനങ്ങോട്ട് നടന്നുപോയി, ഞാൻ ഇങ്ങോട്ട് നടന്നു. ഏകജാതനായ പുത്രനെ ദൈവ കോപക്രോധാഗ്നിയിൽ വിട്ടുകൊടുത്തു. 2 കള്ളന്മാർ നടുവി ക്രൂശിച്ചു. കർത്താവായ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാണ്. കാൽവറി മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാ കേട്ടോ. എന്താണ്? തൃത്വത്തിൻ്റെ നടുക്ക്, ആകാശത്തിനും ഭൂമിക്കും നടുക്ക്.
പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും നടുക്ക്, മനുഷ്യർക്കും ദൈവത്തിനും നടുക്ക്, എല്ലാത്തിനും നടുക്ക്, ഏറ്റവും ഒടുവിൽ ചരിത്രത്തിൻ്റെ നടുക്ക്. ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന്. ജീവിത പ്രശ്നങ്ങളുടെ സൈഡിലല്ല, കാഴ്ചക്കാരനല്ല, നടുക്ക് നിൽക്കുന്ന ഒരുവനുണ്ട്. അവിടുന്ന് നമ്മുടെ നടുക്കുണ്ട്. നടുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് പർവ്വതങ്ങൾ ഇളകി മറിഞ്ഞാലും, സമുദ്രം ഇളകി മറിഞ്ഞാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. ഇന്ന് രാത്രി എൻ്റെ ജീവിത നൗകയുടെ നടുക്ക് നിൽക്കുന്ന മധ്യത്തിലുള്ള ഒരു കർത്താവുണ്ടെന്ന് അറിയുന്നവർ സ്തോത്രം ചെയ്താട്ട്. അവിടുത്തെ സ്ഥാനം എപ്പോഴും നടുക്കാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, മധ്യത്തിലുണ്ട് യേശു. ശബല ഹദന റിബന ഹദന റിബന ഹദന റബന ഹദന റബന. അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്, മധ്യത്തിലുണ്ട് പ്രിയരെ, മധ്യത്തിലുണ്ട്. 2 കള്ളന്മാരുടെ നടുവിൽ യേശു. അവിടെ കിടന്നുകൊണ്ട് ക്രൂശിൽ ആ മലയിലെ വാക്കുകൾ, ആ മലയിൽ താൻ തൻ്റെ ജീവിതത്തെ പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. മാനവകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം സബ്സ്റ്റിറ്റ്യൂട്ട് എത്താം. പക്ഷേ ഏത് മനുഷ്യൻ്റെയും അവസാന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഏത് മനുഷ്യൻ്റെയും അവസാന വാക്കുകൾ ശക്തിയുള്ള വാക്കുകളാണ്. നമ്മളെല്ലാവരും ചോദിക്കും, എന്തോ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കും. ആ വാക്കുകൾക്കൊക്കെ എപ്പോഴും ശക്തിയുണ്ട്. എൻ്റെ അമ്മ ദീർഘ ദിവസങ്ങൾ വെന്റിലേറ്ററിലും ICUയിലുമായിട്ട് 2010 കിടന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ UK-യിലാണ്. ഞാൻ പെട്ടെന്ന് വന്നു. പക്ഷെ അമ്മ റിക്കവറായി, റൂമിൽ വന്നു. ഓൾമോസ്റ്റ് എല്ലാം നോർമലായി, ഡോക്ടർമാർക്ക് പ്രതീക്ഷയായി. പക്ഷെ ഒരു ദിവസം അമ്മ പറയുന്നു, എൻ്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞു. അവളെ കാണാൻ വേണ്ടി വിളിച്ചു. അവൾ അടുത്ത് വന്നപ്പോൾ അമ്മ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് വയറിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ വൈഫിൻ്റെ വയറിൽ കൈവച്ചിട്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഈ വാചകം ഇതായിരുന്നു: ഞാൻ അടുത്ത് നിൽപ്പുണ്ട്, കർത്താവേ, ഞാൻ അങ്ങയുടെ അടുക്കിലോട്ട് അങ്ങ് വരികയാണ്. ഞാൻ വരുമ്പോൾ പപ്പ ഇവിടെ തനിച്ചാകും. അത് പപ്പയ്ക്ക് സങ്കടമാകുമല്ലോ കർത്താവേ. അതറിയാവുന്നത് കൊണ്ട് ഇവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞൊരു ആൺകുഞ്ഞാണല്ലോ. ആ ആൺകുഞ്ഞിൻ്റെ കളിയും ചിരിയും ഒക്കെ അപ്പയുടെ ദുഃഖം മാറ്റുമല്ലോ. അതുകൊണ്ട് എനിക്ക് പകരം ദുഃഖം മാറ്റാൻ അപ്പയ്ക്ക് ഇവനെ കൊടുത്തതിനായി സ്തോത്രം, ഞാൻ അനുഗ്രഹിക്കുന്നു അന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത മണിക്കൂറുകളിൽ മരിച്ചു. അതിനു മുമ്പ് വിളിച്ചൊരു പ്രാർത്ഥന. ഞങ്ങൾക്ക് കുഞ്ഞുണ്ടെന്നുള്ള ഉറപ്പില്ലായിരുന്നു. പക്ഷേ പിന്നത്തെ മനസ്സിലായി കുഞ്ഞുണ്ട്. ജനിച്ചപ്പം ഒരാൺകുഞ്ഞ്. പക്ഷേ അമ്മ മരണത്തിന് മുമ്പ് വിളിച്ചിത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം മരണത്തിന് മുമ്പുള്ള വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ആ മലയെന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞൊരു വാക്കെന്താ? പിതാവേ, ഇവർ ചെയ്തതെന്നറിയായിക്കാൻ ഇവരോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണം. ഏറ്റവും വലിയ ആ മല പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്, അത് കാൽവറിയുടെ മലയാണ്. ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത, ഈ മനുഷ്യനായ മനുഷ്യരൊക്കെ കുറ്റബോധത്തിൻ്റെ പിടിയിൽപ്പെട്ട രക്ഷപ്പെടാൻ പാടാ. കുറ്റബോധം വല്ലാതെ കൂടും. പരസ്പരം ക്ഷമിക്കുന്നതിനെക്കാട്ടിലും പാടാണ് അവനവനോട് ക്ഷമിക്കുക. പരസ്പരം ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കും, പക്ഷേ അവനവനോട് ക്ഷമിക്കുക. ഞാൻ വായിച്ചതിൽ എന്നെ വല്ലാതെ ഉലച്ചു പോയ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇതായിരുന്നു: അവനവനോട് ക്ഷമിക്കാൻ മനുഷ്യൻ പാടുപെടുന്ന കാര്യങ്ങൾ. ഒരിക്കലും ഒരു മനുഷ്യൻ ഭാര്യ മരിച്ചുപോയ മനുഷ്യൻ തൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അങ്ങ് നോർത്ത് ഈസ്റ്റിലെങ്ങാണ്ടുള്ള പഴയ കാലം അവിടേക്ക് 2 ഇരട്ടക്കുട്ടികളുമായിട്ട് പോവുകയാണ്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് താൻ ഓർക്കുക, ഒരു കുഞ്ഞിന് ട്രെയിനിൽ വെച്ച് ജന്നി വന്നു, വല്ലാത്ത പനി. പക്ഷെ ആ കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് കയ്യിരുന്നുകൊണ്ട് മരിച്ചു. ഒരേ ഉടുപ്പിട്ട 2 ഇരട്ടക്കുട്ടികൾ. മറ്റേ കുഞ്ഞ് ഉറങ്ങുന്നു. കുഞ്ഞ് മരിച്ചു പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നത്തെ കാലം TTR വിളിച്ചു, പോലീസുകാർ വന്നു, റെയിൽവേ അധികൃതർ, ട്രെയിനിലുള്ളവരൊക്കെ വന്നു. അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് അവസാനം അന്നത്തെ കാലത്ത് ഒരു തീരുമാനമെടുത്തു, ട്രെയിൻ ഇനിയും ദിവസങ്ങളെടുക്കും അങ്ങ് ചെല്ലാൻ. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഈ ബോഡി പഴുക്കും. കൊണ്ട് നടക്കാൻ നമുക്ക് മറ്റ് സ്ഥലങ്ങളില്ല. ഇവിടെ ഈ മറ്റേ കുഞ്ഞുമായിട്ട് ഇവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല. ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി, അടുത്ത ഒരു പാലം വരും, ആ പാലത്തിൽ വെച്ച് മരിച്ച കുഞ്ഞിനെ എറിഞ്ഞേക്കുക. അയാൾ സമ്മതിച്ചു, നിവർത്തിയില്ല. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടത്തി. ഡോക്ടർമാർ ഇവരുടെ എല്ലാം അനുവാദമെല്ലാം മേടിക്കാൻ പോയി. തിരിച്ചു വന്നു. ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഉമ്മ മറ്റേ കുഞ്ഞ് ഉറങ്ങുക. ആ കുഞ്ഞിനെ കൊണ്ട് കൂടപ്പുറപ്പിന് ഉമ്മയൊക്കെ കൊടുത്ത് കണ്ണും പൊട്ടി പാലത്തെ കയറിയപ്പോൾ അയാൾ കണ്ണും പൂട്ടി കുഞ്ഞിനെ എറിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുറേ കഴിഞ്ഞ് ഉറങ്ങുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, എറിഞ്ഞത് മരിച്ച കുഞ്ഞിനെ അല്ല, ഉറങ്ങിയ കുഞ്ഞിനെ എറിഞ്ഞത്.
ഈ മനുഷ്യൻ്റെ കുറ്റബോധമൊക്കെ എവിടെ തീർക്കും? എവിടെ കൊണ്ട് തീർക്കും? ആർക്ക് തീർക്കാൻ കഴിയും? കയ്യിരുന്ന ജീവനുള്ള കുഞ്ഞിനെ അറിയാതെ എറിഞ്ഞു പോയ മനുഷ്യർ. ഇങ്ങനെ കൈപ്പിഴകൾ കൊണ്ട് അബദ്ധങ്ങൾ പറ്റിയ എത്രയോ പേർ. പക്ഷേ ഒരു കാര്യമാണ്, ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്, അത് കാൽവരിയുടെ മലയാണ്. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു മലയുണ്ടെങ്കിൽ ഈ കാൽവറി മലയാണ്. അവിടെ അടുത്ത് വരുന്നവർക്ക് ഭയങ്കര സൗഖ്യമുണ്ടാകും, മനസ്സിന് സൗഖ്യമുണ്ടാകും. ഏറ്റവും വലിയ സൗഖ്യം വേണ്ടത് മനസ്സിന്. തെറ്റുകളുടെ ആഴങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വല്ലാതെ വേട്ടയാടും. ദാർശനികനായിരുന്ന ഇന്ത്യൻ മഹാനുഭാവൻ ഷിക്കാഗോ മതപ്രസംഗത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലോകം ശ്രദ്ധ നേടി. എങ്കിലും ഒരു സാധുവായ മിഷണറി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ താങ്കളുടെ മുമ്പിൽ ഒരു യുവതിയെ കൊണ്ടുവരികയാണ്. രക്തക്കറകൾ പിടിച്ച കൈകൾ കഴുകിക്കളയാൻ ആരുമില്ലെന്ന് നിലവിളിക്കുന്ന അവൾക്ക് താങ്കൾ എന്ത് ശിക്ഷ കൊടുക്കും? അദ്ദേഹം പറഞ്ഞു പോലും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ആ സാധു മിഷണറി പറഞ്ഞു, ഇവിടെയാണ് വ്യത്യാസം. യേശു പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു പുണ്യാഹ രക്തം ഒഴുകുന്ന ഒരു മലയുണ്ട്. രക്തവും വെള്ളവും പുറപ്പെട്ടു, ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുക. എത്രയോ പേർ അതിനകത്ത്, എത്രയോ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, അപ്പൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവർ, ദൂർത്തപുത്രരായവർ, ഇവർക്കെല്ലാം മടങ്ങി വരുമ്പോൾ ക്ഷമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് കാൽവരിയുടെ മലയാണ്. ആ ക്ഷമ കിട്ടുന്ന പിതാവിൻ്റെ ചിത്രം, സഹോദരൻ്റെ ചിത്രം വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത യാക്കോബ് ദീർഘവർഷങ്ങളായില്ല പിണക്കം. ആ പിണക്കത്തിനൊടുവിൽ യാക്കോബ് ഇങ്ങനെ വരികയാണ്. ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും അറിയില്ല. പക്ഷേ ഏശാവ് അടുത്ത് വന്നിട്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ ഓർത്തത് അടുത്ത ക്ഷണം കുത്തിപ്പിടിച്ച് അടിക്കുമെന്ന, പക്ഷെ ഒന്നും ചെയ്തില്ല. ഏശാവ് കെട്ടിപ്പിടിച്ച് അനിയനെ നെഞ്ചോട് ചേർത്തു. അപ്പോൾ അനിയൻ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ഇരിക്കുക, നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ഇരിക്കുക. ഇവിടെയും കുരിശി കിടന്നുകൊണ്ട് ഏകജാതൻ പറയുന്നൊരു വാക്കുണ്ട്, പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരു സ്ഥലം, അതാണ് ക്രൂശിൻ്റെ ചുവട്. ഇന്ന് രാത്രി ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് വിവാഹമോചനങ്ങളിലേക്ക് പോകുക. എന്നാൽ ദമ്പതികളുടെ അവിശ്വസ്തകൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് ക്ഷമിച്ച് സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ആ ലോകത്തേക്ക് വന്നാൽ അതൊരു കൾച്ചർ, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് മാറും. ഇന്ന് രാത്രി കർത്താവേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പർവ്വതമുണ്ട്, കാൽവരിയുടെ മലയാ. കാൽവരിയുടെ മലയിൽ ചിലപ്പോൾ നമ്മളെ വല്ലാതെ ജീവിതത്തെ ഒലച്ച മക്കൾ, അവരോട് നമ്മൾ പറയും, എന്താണ്, എനിക്കിങ്ങനൊരു മോനില്ല, പക്ഷേ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്നേഹം കൊണ്ട്. അവിശ്വസ്തർ കാണിച്ച ദമ്പതികളോട് ക്ഷമിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട്. ഈ രാത്രി ക്ഷമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഏവർക്കും കിട്ടുന്ന ഒരു സ്ഥലം, അത് കാൽവരിയുടെ മലയാണ്. 2, അവിടെ നിന്നുകൊണ്ട് ഒരു മഴി പറയുകയാണ്. ഇന്ന് ഒരു ആൾ പറയുന്നു, ദൈവമേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കർത്താവ് തിരിച്ചു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. അർത്ഥം, ഏത് മനുഷ്യനും ആരും താമസിച്ചിട്ടില്ല, ഒരാൾക്കും ഏത് സമയത്തും രക്ഷ കിട്ടുന്ന, മോക്ഷം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് കാൽവരിയുടെ മലയാ. ഏത് പ്രായത്തിൽ വന്നാൽ, എത്ര തകർന്നു വന്നാലും ഒറ്റ കാര്യം ഓർക്കുക, ആരും താമസിച്ചിട്ടില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തും വന്നാലും ഇതിങ്ങനെ തുറന്നു കിടക്കുക, സ്വീകരിക്കാൻ വേണ്ടി. ഏത് പ്രായത്തിലാകട്ടെ, 90 വയസ്സുള്ള അപ്പച്ചനാകട്ടെ, 10 വയസ്സുള്ള കുഞ്ഞാകട്ടെ, യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിച്ച് കാൽവറിയിലെ കർത്താവ് ഒരു വാക്കു പറയും, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിരിക്കും. ജീവിച്ചിരിക്കുമ്പം തന്നെ സ്വർഗത്തിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് കാൽവറിയുടെ മല. നോക്കൂ, അവിടെ താപ്പോട്ട് നോക്കിയപ്പോൾ ക്രിസ്തു കണ്ടു, യോഹന്നാൻ നിൽക്കുന്നു, പിന്നെ മറിയം നിൽക്കുന്നു, കുറേ സഹോദരിമാർ നിൽക്കുന്നു. അവർ ഒന്ന് നോക്കിയിട്ട് യോഹന്നാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഇത് വലിയൊരു ആഴമുള്ളൊരു കാര്യമാണ്. സ്വാർത്ഥതകളുടെ ഒരു ലോകമാണ് ഈ ലോകം. ഇവിടെ മുഴുവൻ സ്വാർത്ഥതകളാണ്. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, അവനവൻ്റെ കുടുംബത്തിന് പുറത്ത് മറ്റാരെയും കാണാത്ത ഒരു ഉത്തരാധുനിക സ്വാർത്ഥതയുടെ ലോകം. മക്കൾക്കൊക്കെ IT ഫീൽഡിലൊക്കെ ഇഷ്ടം പോലെ ശമ്പളമാണ്. പക്ഷെ ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മൃഗീയ ഭൂരിപക്ഷത്തിനും പണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ വേദനകളിൽ പങ്കുവെക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമില്ല. പിന്നെ സുഖലോലുപതയുടെ ഒരു ലോകമാണ്. ഹോട്ടലുകൾ, ടൂറായ ടൂറ്, പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അവനവൻ്റെ കാര്യത്തിന് അപ്പുറത്തോട്ട് ഒരു മനുഷ്യനെയും ചിന്തിക്കാത്ത ഒരു ലോകമാണ്. പക്ഷെ ഇവിടെ കാര്യം വ്യത്യസ്തമാകുക. യോഹന്നാനെ നോക്കിയിട്ട്
യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, സ്വന്തം അമ്മയല്ല, അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ. അവരമ്മയെ മകനെ എന്ന് വിളിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. എന്താ? സ്വാർത്ഥതകളുടെ പുറത്ത് ഒരു നവമാനവികത തുറന്നു കിട്ടിയത് ക്രൂശിൻ്റെ ചുവട്ടിലാണ്. ജന്മം തരാത്തവളെ അമ്മയെന്ന് വിളിക്കാനും ജനിക്കാതെ പോയവരെ മോനെ എന്ന് വിളിക്കാനും കഴിയുന്ന ആ വലിയ ഒരു കാര്യം. പിന്നെ വിശുദ്ധിയുടെ ഒരു കാര്യം. ആരോ പറയുന്നത് ഞാൻ എവിടെയോ വായിച്ചു, എന്താണ് ഇതായിരുന്നു, ഒരു അമ്മയും മോനും കൂടെ അവർ 19 വർഷം ഒന്നിച്ച് ജീവിച്ചു എന്നൊരു പാരമ്പര്യം. ഒരു അപവാദം കേട്ടില്ല. അപവാദം കേൾപ്പിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ആരുണ്ട്? ഒറ്റയാളുടെ പേരാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കുട്ടൂസനും ഡാഗിനിയും. എത്ര നാളായിട്ട് അവരൊന്നിച്ച് ജീവിക്കുക, കുട്ടൂസനും ഡാഗിനി. ഇന്ന് വരെ ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ ജീവിച്ചിട്ടുള്ള രണ്ട് പേരേ ഉള്ളൂ, കുട്ടൂസനും ഡാഗിനിയും. അറിയത്തില്ലേ? വേച്ചാൻ അറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ലേ? കുട്ടൂസനും ഡാഗിനിയും. ഇന്ന് വരെ പെരുദോഷം വല്ലതും കേൾപ്പിച്ചോ? ഒരു പെരുദോഷം കേൾപ്പിച്ചില്ല. എത്ര നാളായിട്ട് കുട്ടൂസനും ഡാഗിനിയും ഒന്നിച്ച് ജീവിക്കുക. വേറെ ആര് ഒന്നിച്ച് നടന്നാലും പ്രശ്നമാണ്. പക്ഷേ വിശുദ്ധിയുടെ നൈർമല്യത്തിൽ മൂത്തവരെ അമ്മയെപ്പോലെ കണ്ട് ചേർത്ത് പിടിച്ച് നടക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ലോകം ക്രിസ്തു തുറക്കുകയാണ്. ആധുനിക ലോകം വല്ലാതെ മ്ലേച്ഛതകൾപ്പെട്ട ലോകമാണ്. കണ്ണിൻ്റെ കാഴ്ചകൾക്ക് വല്ലാതെ മങ്ങലേറ്റ ലോകം. എന്ന കാൽവരിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ മനുഷ്യരെ അമ്മയായി കാണുവാൻ, ജന്മം തരാത്തവരെ മക്കളെന്ന് വിളിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ലോകമുണ്ട്. അത് ഈ കാൽവരിയുടെ ലോകമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഇതിനകത്തുണ്ട്. ഉണർവിന് വേണ്ടി കേരളം ഇന്നും പാകപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിച്ചത് അതെന്നാ കർത്താവേ? കർത്താവ് എന്നോട് ഉത്തരം പറഞ്ഞു, ഉണർവെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല, വല്ലാത്ത ഒരു ഉണർവായിരിക്കും. ഉണർവ് വന്നാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല സംഭവം. അതിൽ വരുമ്പോഴൊക്കെ വിട്ട് അതങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ തൃശ്ശൂർന്ന് ചിലപ്പം നാരായണൻ നമ്പൂതിരി ഇറങ്ങി വരും, അപ്പുറത്തുനിന്ന് ഫൈസൽ ഇറങ്ങി വരും. ഇവരൊക്കെ ഇറങ്ങി വരുമ്പോൾ എന്തോ ചെയ്യും? പടിയടച്ച് പിണ്ണം വെക്കും, പടിയടച്ച് പിണ്ണം വെക്കും. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ തൃശ്ശൂർന്ന് ഇറങ്ങിയതാണ്. തൃശ്ശൂർന്ന് ഇറങ്ങിയ ഒരു സഹോദരനെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇവിടെ അടുത്ത് ഒരു കല്യാണത്തിന് വിളിച്ചു. കല്യാണത്തിന് കൂടാൻ വേണ്ടി അവരവിടുന്ന് കാർ ഓടിച്ചൊരു ദിവസം രാവിലെ വന്നു. അങ്ങനെ ഞായറാഴ്ച കാർ ഓടിക്കാൻ വന്ന് ഒരു തരത്തിൽ അവർ ഓടിയെത്തി അവിടെ ഊണിനിരുന്നു. എല്ലാവരും കയറി ഇരുന്നപ്പോൾ ഇവർ ഊണിയിരുന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാരണവന്മാർ അവരോട് പറഞ്ഞു, മോനെ നിനക്ക് ഇടാൻ ഇവിടെ ഇലയില്ലെന്ന് പറഞ്ഞു. നിനക്ക് ഇടാൻ ഇവിടെ ഇലയില്ല. ഒന്നും വേണ്ടിയില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ട് ഊണിന് ഇലയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി അപ്പുറത്തെ ആര്യാസ് ഹോട്ടലിൽ പോയി മക്കൾക്ക് ചോറ് മേടിച്ചു കൊടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്യേണ്ട വന്ന ഗതികേട്. എന്താ കാര്യം? ക്രിസ്തു നിമിത്തം ഇറങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വ്യക്തികൾ ഒരുങ്ങും. എവിടെ? അവരൊരിക്കലും കാണാത്ത പ്രിയപ്പെട്ടവർ, അവരുടെ കൂടെ അവർ താമസിക്കും. അവരുടെ കല്യാണം വരുമ്പോൾ ദൈവദാസൻ പറയും, ഉത്തരവാദിത്തപ്പെട്ടവർ വരാൻ, കൂടെ കയറാൻ ആരും കാണത്തില്ല. പക്ഷെ അവരിറങ്ങിയപ്പം മുതൽ കൊണ്ട കടന്നവർ അവരെയും കൊണ്ട് കയറും. അപ്പോൾ അവരെ കയറി പിടിച്ച് കൊണ്ടിരുത്തുമ്പോൾ ഒരു വചനം നിവൃത്തിയാവും. എൻ്റെ നിമിത്തം അപ്പനെയും അമ്മയും ഒക്കെ വിട്ടവർക്ക് 100 മടങ്ങ് അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളെയൊക്കെ കിട്ടും. എന്താണ്? നവമാനവികത രൂപപ്പെടുകയാണ്. സ്വാർത്ഥതകളുടെ പുറത്ത് എൻ്റെ പൊന്നച്ചായ, സ്വാർത്ഥതകളുടെ പുറത്ത് തമ്പുരാൻ തുറക്കുന്ന ഏറ്റവും വലിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ജന്മം തൊരുക്കടക്കവളെ അമ്മയെന്ന് വിളിച്ച്, കൂടപ്പിറക്കാത്തവരെ കൂടപ്പിറപ്പ് എന്ന് വിളിച്ച്, സഹോദര സഹോദരി എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനം, അതാണ് നവകുടുംബം, ദൈവസഭ. ദൈവസഭയെ ആരും കരുതേക്കരുതേ. ദൈവസഭയ്ക്കെതിരെ ഒരു ശബ്ദം സംസാരിക്കരുതേ. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് കാൽവറി മലയിൽ കുരിശിൽ നിന്ന് ഒഴുകിയ സഭ. അവൻ്റെ ചങ്ക് തുറന്നപ്പം ഒരു രക്തവും വെള്ളം ഒഴുകി. ഒന്നാമത്തെ മനുഷ്യൻ്റെ ചങ്ക് തുറന്നപ്പം ഹൗവ വന്നെങ്കിൽ ഒടുക്കത്തെ ആദമിൻ്റെ ചങ്ക് തുറന്നപ്പം വന്നതാണ് പുതിയ നിയമ സഭ, കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭ. ആ സഭയ്ക്ക് ദോഷം ചെയ്യുന്നത് ഒന്നും ചെയ്യരുത്. ഞാൻ ഇതുപോലെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അമേരിക്ക വെച്ച അവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ശരീരത്തിൽ 12 ടാറ്റു അടിച്ചു. ടാറ്റു അറിയത്തില്ലേ? പച്ച കുത്തി ടാറ്റു കുത്തിയപ്പം
ദേഹം മുഴുവൻ ടാറ്റുവായി. അമേരിക്കയിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡാണ്, അങ്ങനെ ടാറ്റു അടിച്ച് മറന്ന മനുഷ്യൻ. പക്ഷേ ഈ ടാറ്റു തനിക്ക് റിയാക്ഷനായി. ടാറ്റു രണ്ട് ദേഹത്ത് ചൊറിച്ചിൽ തുടങ്ങി, ഭയങ്കരമായിട്ട് ചൊറിച്ചിലായി. അങ്ങനെ അദ്ദേഹം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ലേസർ തെറാപ്പി ചെയ്ത് ഈ ടാറ്റു മാറ്റാം, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അദ്ദേഹം അതിന് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. അമേരിക്കയിൽ എല്ലായിടത്തും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് കമ്പനി കേസ് പരിഗണിച്ചിട്ട് പറഞ്ഞു, ടാറ്റു അടിച്ചതിന് ഇൻഷുറൻസ് തരത്തില്ല, കാരണം അതൊരു മെഡിക്കൽ റീസൺ അല്ല. അറ്റാക്കിന് തരാം, ക്യാൻസറിന് തരാം, ആക്സിഡൻറ്റ് തരാം. ടാറ്റു മെഡിക്കൽ റീസൺ അല്ലാത്ത കൊണ്ട് അതിന് ഇൻഷുറൻസ് ഇല്ല. ഒടുവിൽ ചൊറിച്ചിന് നിൽക്കത്തില്ലല്ലോ, അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഏറ്റവും കൂടുതൽ തന്നെ ചൊറിച്ച 2 ടാറ്റു എടുത്തു കളഞ്ഞു. ഇന്ന് അദ്ദേഹം ആ കമ്പനിയിൽ അറിയപ്പെടുന്നത് ഇച്ചിങ് -12 എന്നാണ്. പ്രീഡിയിലെ മൊത്തം ചൊറിച്ചിൽ 12, 2 എണ്ണം എടുത്തു കളഞ്ഞ്. ഇച്ചിങ് -2, 2 എണ്ണത്തിൽ നിന്ന് 12 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം കളഞ്ഞത് എന്നെ അത് ചിന്തിപ്പിച്ചു. എന്താ ടാറ്റു അടിച്ചതിന് ഇൻഷുറൻസ് ഇല്ല. ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ ടാറ്റു അടിച്ചാൽ അവൻ ഇൻഷുറൻസ് കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് എന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായാൽ നിന്നെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് അല്ല, 1000 തലമുറ വരെ നീതി കാണിക്കുന്ന തലമുറകൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ്. അതാണ് സ്വർഗത്തിന്റെ ഇൻഷുറൻസ്. കരമടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. നവയുഗം പിറക്കുകയാണ്. അതാണ് സഭ. ഇന്ന് രാത്രി മനസ്സിലാക്കുക. അമ്മ എന്ന് വിളിച്ചു, മോനെ എന്ന് വിളിച്ചു. ഇതാ നിന്റെ അമ്മ. കാൽവരിയുടെ മല സ്വാർത്ഥതകൾ ഉരുകി മാറുന്ന മലയാ. അവിടെ പോയി നിന്ന, ആ മലയിൽ പോയി നിന്ന കാൽവറി മല നമ്മുടെ സ്വാർത്ഥതകളെ ഉരുക്കി മാറ്റിയിട്ട് നമ്മുടെ കണ്ണ് തുറന്നിട്ട് കുറച്ചുകൂടെ മനുഷ്യൻ്റെ വേദനകളെയും മനുഷ്യനെയും കാണാൻ നമ്മെ സഹായിക്കും. എവിടെയോ സ്വാർത്ഥതകൾ കൊണ്ട് അന്ധത പിടിച്ച മനുഷ്യകുലത്തിന് പുതിയ കാഴ്ച കെട്ടാൻ ഒറ്റ ഇടമേ ഉള്ളൂ, ഒരു മല. അത് കാൽവറിയുടെ മലയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വെട്ടിക്കൊലയും ഇവിടുത്തെ തകർച്ചയും ഇവിടുത്തെ പീഡനങ്ങളും അവസാനിപ്പിക്കാൻ ഒരു വഴ. കാൽവറിയുടെ ദർശനം കിട്ടിയാൽ അവൻ കുറച്ചുകൂടെ നല്ലതായിട്ട് മനുഷ്യനെ കാണുക. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അവിടെ പറയുകയാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറയുകയാണ്. അടുത്ത മൊഴി എന്നാണ്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? കാൽവറി മലയിൽ പുത്രൻ തമ്പുരാൻ നിലവിളിച്ചു. എന്ത് എന്നെ കൈവിട്ടത്? കൈവിട്ടത് എന്ത്? കൈവിട്ടത് എന്ത്? കൈവിട്ടത് എന്ത്? അത് പാപിയുടെ നിലവിളിയാ. എൻ്റെ ദൈവമേ, പിതാവേ എന്ന് വിളിച്ച് തുടങ്ങിയത് പാപിയിൽ വന്ന് അവസാനിക്കുകയാ. എന്താ കാര്യം? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എൻ്റെ ഇഷ്ടമല്ല. പക്ഷെ പിതാവാൻ ദൈവം മുഖം തിരിച്ചു. പുത്രൻ തമ്പുരാൻ ദൈവ കോപഗോതാഗ്നിയിൽ വെന്തരിയപ്പെടുകയാണ്. ആ വെന്തരിയപ്പെട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ വഴി, ബന്ധം, ആരും അടുത്തുകൂടാത്ത സ്ഥലത്തേക്ക് ഏത് നിമിഷവും അടുത്ത് വന്ന് അപ്പാന്ന് വിളിക്കുവാൻ, ഒരു പാലം തുറക്കുവാൻ ദൈവകുമാരൻ മരണപ്പെടേണ്ടതായിരുന്നു. ദൈവ കോപക്രോധാഗ്നിയിൽ പുത്രൻ തമ്പുരാൻ വെന്തരിയപ്പെടുകയാ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? അടുത്തത് കാണുന്നു, എനിക്ക് ദാഹിക്കുന്നു. നോക്കൂ, ടെറ്റലസ്റ്റായി, എല്ലാം നിവർത്തിയായി. 33 കാരൻ പറയുന്നു, പാപപരിഹാര യാഗം നിവർത്തിയായി. ഒരു നവമാനവികത തുറന്നു. ഒരു ക്ഷമ കിട്ടുന്ന ഒരിടം മാനവകുലത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിന്നോട് ക്ഷമിക്കുവാൻ, പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ക്ഷമ കിട്ടുന്ന, മോക്ഷം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് കാൽവരിയുടെ മലയാ. ഒടുവിൽ കർത്താവ് പറയുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് മരിച്ചപ്പോൾ ഒരു പടയാളി വന്ന് അവിടുത്തെ വിലാപ്പുറം തുറന്നു. രക്തവും വെള്ളവും ഒഴുകാൻ തുടങ്ങി. ഇന്നും അത് ഒഴുകുകയാണ്. എന്താണ് ആ വെള്ളത്തിലൂടെ ഒഴുകുന്നത്? കർത്താവിൻ്റെ പാപക്ഷമയാണ്. പാപക്ഷമയാണ്. പാപക്ഷമ മാത്രമല്ല, അവിടുത്തെ ശരീരം തകർന്നത് നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അല്ല, മാത്രമല്ല, കാൽവറി മലയിൽ നടന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാപങ്ങൾ മാറും. മനുഷ്യകുലത്തെ വേട്ടയാടിയ ശാപം. എന്താണ് ശാപം? നോക്കൂ, ശിക്ഷ നമുക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ശാപം നമുക്ക് മാത്രമല്ല, 4 തലമുറ വരെ ശാപം വരാം. ശാപം വന്നാൽ പിടിച്ചു നിൽക്കാൻ പാടാ. എന്താ കാര്യം? ശാപം മനുഷ്യനെ വേട്ടയാടും. 2 രീതിയിൽ ശാപം വരാം. അപ്പം വഴി വരാം, അമ്മ വഴി വരാം. 2 വഴികളിലൂടെയും ശാപം വേട്ടയാടപ്പെടാം. ശാപം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ശാപം ഉണ്ടെന്ന്. എന്താ കാര്യം ചോദിച്ചാൽ, എൻ്റെ വല്യപ്പൻ ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു. മരിക്കുമ്പോൾ എനിക്ക് 10 വയസ്സ്. എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ അതീവ മുണ്ടുക്കനായൊരു മനുഷ്യൻ, വലിയ കായിക അഭ്യാസി, നല്ല അകാര
സൗഷ്ഠവമുള്ള ഒരു 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 പുരുഷത്വത്തിൻ്റെ മൂർത്ത രൂപം. പക്ഷേ അപ്പൻ്റെ ജ്യേഷ്ഠൻ വല്ലാതെ തകർന്നുപോയി. വിദ്യാസമ്പന്നൊക്കെ ആയിരുന്നിട്ടും അന്ത്യം വളരെ വളരെ പ്രയാസത്തിലൂടെ ആയിരുന്നു. എനിക്ക് അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പൻ്റെ ചേട്ടൻ വല്യപ്പ ഇങ്ങനെ ആടി ആടി വരികയാണ്, മദ്യലഹരിയിൽ വരുന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു ആത്മകഥം പോലെ, എൻ്റെ കുറ്റമാണ് മക്കളെ, ഇത് എൻ്റെ കുറ്റമാണ്. ഞാൻ ചോദിച്ചു അപ്പച്ചൻ എന്ത് ചെയ്തിട്ടാ? അപ്പച്ചൻ പറഞ്ഞു അപ്പച്ചനൊരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു. അങ്ങനെ തോട്ടത്തിൽ കുടിയിറക്കാൻ ചെന്നപ്പോൾ 10-20 കുടികൾ എല്ലാത്തും ഇറക്കി വിട്ട് തീ വെച്ച് ചുട്ട് കളഞ്ഞു പോകുക, ഗുണ്ട ആക്രമണം നടത്തുക. അപ്പച്ചൻ അതിന് ഇച്ചിരി മിടുക്കനായിരുന്നു. അങ്ങനെ എന്നപ്പോൾ ഒരു കുടി ചെന്നപ്പോൾ ഒരു 19 വയസ്സുള്ള ഒരു പടുക്കളവി അമ്മ, ആ അമ്മച്ചിയുടെ അടുക്കൽ ഒരു കൊച്ചു കുഞ്ഞ്, അവിടെ കൊച്ചു മുഖന, അരിക്ക് ക്ഷാമം വന്ന കാലം, എരന്ന് മേടിച്ച കഞ്ഞി അടുപ്പ് കിടന്ന് തിളയ്ക്കുന്നുണ്ട്, കൊച്ചു കുഞ്ഞ് അവിടെ കിടക്കുന്നു. ഇതിന് തീയിടാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു എരന്ന് മേടിച്ച കഞ്ഞിയാ, ഈ കുഞ്ഞിന് അന്നാഹാരം കൊടുത്തിട്ട് 2-3 ദിവസമായി, കൊടുത്തിട്ട് ഇറങ്ങിയേക്കാൻ. എവിടെ കേൾക്കാൻ? കാലുമടക്കി കഞ്ഞിക്കരത്തെ തൊഴിച്ചു. അത് തിളച്ച കൊച്ചിൻ്റെ ദേഹത്ത് വീണു. ആ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് വീടിന് തീയിട്ടു. തീ ആളി പത്തിയപ്പോൾ ആ അമ്മ പുറത്ത് നിന്ന് ശപിച്ചു, നിന്റെ സന്തതി വെള്ളം ഇറങ്ങി ചാകത്തില്ല, നിന്റെ സന്തതി വെള്ളം ഇറങ്ങി ചാകത്തില്ല. കൃപയുടെ ക്ഷമയുടെ അടുത്തേക്ക് വരാൻ കഴിയാതെ പോയ എൻ്റെ പിതൃ സഹോദരൻ എൻ്റെ കയ്യിൽ കിടന്ന്, ഞാനിന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കോരിയെടുത്ത് നിന്ന് എൻ്റെ കയ്യിൽ കിടന്ന് രക്തം ഒഴുകി ഒടുവിൽ മരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം എനിക്കറിയാം, ശാപം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ശാപമുണ്ട്. പക്ഷേ ശാപത്തെ മാറ്റുന്ന ഒരിടമുണ്ട്, കാൽവരിയുടെ മരയിൽ നിന്ന് ഒഴുകുന്ന രക്തം. നിന്റെ പാപം എത്ര കടുഞ്ഞുവപ്പായിരുന്നാലും മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. നോക്കൂ, ശാപമായി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികളായി നമുക്ക് വരേണ്ടതിന് ആ പർവ്വതം നമുക്ക് വേണ്ടി തുറന്നു കിടക്കുക. അവന്റെ പർവ്വതത്തിൽ ആർ കയറും? വിശുദ്ധി കൊണ്ട് കയറാൻ കഴിയത്തില്ല. അതുകൊണ്ടാ അവിടുന്ന് നമുക്ക് വേണ്ടി തീർത്തിട്ട് പറഞ്ഞു, നിന്റെ പ്രവൃത്തി കൊണ്ട് ഇവിടെ വരാൻ കഴിയത്തില്ല, പക്ഷെ എൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ഉള്ളത് നീ വിശ്വസിച്ച് ഏറ്റെടുത്താൽ എന്നിലൂടെ നിനക്ക് സിയോൻ പർവ്വതത്തിലേക്ക് കയറാം, പിതാവിന്റെ സന്നിധിച്ചെല്ലാം. ഇന്ന് രാത്രി തുറന്നു കിടക്കുന്ന ഒരു കാൽവറിയുണ്ട്. ആ കാൽവറിയിൽ ശാപമോക്ഷം നടക്കുകയാണ്. ആ കാൽവറിയിൽ പാപക്ഷമയുണ്ട്. നിന്നോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ ആ കാൽവറി മലയിൽ മോക്ഷത്തിന്റെ രാത്രിയാ. മറ്റുള്ളവനെ സ്വീകരിക്കുവാൻ കഴിയാതെ അവനോട് ബന്ധങ്ങൾ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ബന്ധങ്ങളെ അടുപ്പിക്കുന്ന ഒരു മലയുണ്ട്, കാൽവറിയുടെ മല. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. ആ കാൽവറിയുടെ മലയുടെ അടുത്ത് തന്നവൻ പിന്നെ മരണത്തെ പേടിക്കത്തില്ല. എന്താ കാര്യം? അവനറിയാം മരിച്ചാൽ എവിടെ പോകുക. കുഞ്ഞിങ്ങനെ ക്ഷീണമായെന്ന്, അതിന് ക്യാൻസറാണ്, രക്താർബുദം പിടിച്ച കുഞ്ഞ് മരണത്തെ ഇങ്ങനെ മുഖാമുഖം കാണുകയാ. ഒരു ദിവസം കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മ ഈ മരിച്ചവരൊക്കെ എവിടെയാ പോവുക? അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞ് അറം പറ്റിയ ചോദ്യം ചോദിക്കുക. അമ്മ ഒരുങ്ങിയിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നീ ചിലപ്പോൾ ആ വാതിൽപ്പടിയെ ഇങ്ങനെ ഇരിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. ചിലപ്പോൾ നീ സെറ്റിയെ കിടന്ന് സ്റ്റീവി കണ്ടുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ നീ ഡൈനിങ് കഴിയുമ്പോൾ ഇങ്ങനെ തല കുനിച്ച് വെച്ച് ഉറങ്ങും. പക്ഷെ എവിടെ കിടന്നുറങ്ങിയാലും നീ ഉണരുമ്പോൾ എവിടെ കിടക്കും? അപ്പൻ്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാലെടുത്ത് ദേഹത്തോട്ട് വെച്ച് ഉണരുന്നത് പോലെ എവിടെ കിടന്ന് മരിച്ചാലും ഞാൻ ഉണരുമ്പോൾ അവിടുത്തെ രൂപം കണ്ട് തൃപ്തരാകുക. ഈ ഉറപ്പുള്ളവർക്ക് മരണത്തെ പേടിക്കേണ്ട. ഈ രാത്രി കാൽവറിയുടെ മലയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പാപക്ഷമയുണ്ട്, അവിടെ രോഗസൗഖ്യമുണ്ട്. വലശങ്ങളായി കൊണ്ടു നടക്കുന്ന ചില രഹസ്യ പാപങ്ങൾ, യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാത്ത രഹസ്യ പാപങ്ങൾ, അത് വെച്ചുകൊണ്ട് കർത്തൃമേശ എടുത്ത് മനസാക്ഷി മരവിച്ചു പോയ ഒരു ആത്മീയ ലോകം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പാപക്ഷമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കാൽവരിയുടെ മല. രോഗസൗഖ്യം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കാൽവരിയുടെ മല. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. ശാപത്തെ തകർക്കുന്ന ഒരിടമുണ്ട്, കാൽവറിയുടെ മല. ഹല്ലേലൂയ. ആർക്കും അടുത്തിയെല്ലാം കഴിയുന്ന ഒരു മലയുണ്ട്, കാൽവറിയുടെ മല. ഹല്ലേലൂയ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസത് ചാഞ്ഞു വരൻ കണ്ടിടുക നിനക്കായി എനിക്കായി. ഹല്ലേലൂയ. കാൽവറിയിൽ കർത്താവ് കിടക്കുകയാണ്. ഈ രാത്രി കർത്താവിന്റെ ആ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആ കാൽവറിയിൽ നിന്ന് ഒഴുകുന്ന ദൈവശക്തി ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഒരു വേട്ടപ്പെട്ടി പോലെ എന്നെ വേട്ടയാടുന്ന ചില ശാപബന്ധനങ്ങൾ, എന്ത് ചെയ്തിട്ടും മാറാത്ത ശാപക്കെട്ടുകൾ, എന്താ അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. എന്നോട് എത്രയോ മക്കൾ പറഞ്ഞിട്ടുണ്ട്, വല്യപ്പന്മാര് ചെയ്തു വെച്ചത് അനുഭവിക്കാതെ എങ്ങനെ മരിക്കുക? കുട്ടം പോലെ കൂട്ടി വെച്ചിട്ടുണ്ട് അനുഭവിച്ച് തീർക്കാൻ. എന്നാൽ വിധിയെ പഠിച്ച മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, കാൽവറിയുടെ ഇട. അവിടെ എന്തുകൊണ്ട് മനുഷ്യർ ഇന്നും അടുത്തു വരുന്നത്?
ആർക്കും അടുത്ത് എന്ന അബ്ബ എന്ന് വിളിച്ച ചേർത്ത് പിടിച്ച് ഇന്ന് നീ എന്നോടുകൂടെ പർദീസ ഇരിക്കുമെന്ന് പറയുന്ന കുരിശിന്റെ സ്ഥലത്തേക്ക് നമുക്കൊന്ന് അടുത്തിയല്ല. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസത് ചാഞ്ഞു പരൻ കണ്ടിടുന്നു പ്രിയനെ നിനക്കായി എനിക്കായി യേശുവിന്റെ നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിട്ടുമാറാത്ത തലവേദന യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. വിട്ടുമാറാത്ത തലവേദന, അടിക്കടി ഉണ്ടാകുന്ന തലവേദന, ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് എനിക്ക് സന്ദേശം നൽകുന്നു. വിട്ടുമാറാത്ത തലവേദന യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. വിട്ടുമാറാത്ത തലവേദന യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. കരങ്ങളടിച്ച് എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് ദയവായി ദയവായി ഈ സമയത്ത് മുൻവിധിയോടെ ഇരിക്കരുത്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വല്ലാതെ ഇവിടെ നമ്മളെ കർത്താവിനെക്കാട്ടിലും വലിയ ഒരാളായിട്ട് ഇവിടെ ഇരിക്കരുത്. ദൈവത്തെ ഓർത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കട്ടെ. എല്ലാവരും പ്രായഭേദമന്യേ ദൈവത്തിന്റെ തിരുസന്ധി ഇരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ ആ മൈഗ്രൈൻ സൗഖ്യമാകട്ടെ. ആത്മാവ് എന്നോട് വീണ്ടും പറയുന്നു, വിട്ടുമാറാത്ത തലവേദന യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടും. കാരണം നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. വചനം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത് അവിടുന്ന് നമ്മൾ നിമിത്തം ദരിദ്രനായി. എന്തിന്? നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ എനിക്കായി കരുതുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ. ആര് എനിക്ക് വേണ്ടി കരുതോ? നിനക്ക് വേണ്ടി കരുതുന്ന ദൈവകൃപ, എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുക, വിദ്യാഭ്യാസം അടുത്ത ഘട്ടം എന്ത് ചെയ്യണം, എന്തായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്, എന്തായിരിക്കണം എന്റെ കുഞ്ഞ് ചെയ്യേണ്ടത്, ഇന്ന് വരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാൽ തക്ക സമയത്ത് കരം പിടിച്ച് നിനക്ക് വേണ്ടി കരുതിയ ആ കരുതലിന്റെ സ്ഥലം കാണും. ഏത് കോഴ്സ്, എന്ത് കോഴ്സ്, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇന്ന് രാത്രി ആ ഭാരത്തെ ദൈവകരത്തിലേക്ക് ഇട്ടാൽ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊടുക്കുക. ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമെന്ന് പരിശുദ്ധ ആത്മാവ് ചില കുഞ്ഞുങ്ങളോട് ദൂത് പറയുക. നിന്റെ ഭാരം എന്റെ മേൽ ഇച്ചു കൊടുക്കുക. നീ എന്ത് പഠിക്കണം, നീ എവിടെ പഠിക്കണം, നീ എങ്ങനെ പഠിക്കണം, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കരുതിയ ഒരു കരുതൽ, അതാണ് കാൽവറിയുടെ കരുതൽ. ഹല്ലേലൂയ. റഗ റബല ഹദന റിഗന ശമന ഹദന അതുനിയ റഗന ഹന്ദനെ റിഗനെ റേഖെ നഗനെ ഹദനെ റിഗനെ അതുനി റഗന. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചാട്ട് ഈ രാത്രി ഒരാൾ ഇതിന്റെ ആ കരിസ്മ ക്രൂസേഡിന്റെ പ്രഥമ രാത്രിയിൽ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് പോരാട്ടത്തിന്റെ കർമ്മേലിൽ ഇറങ്ങിയ തീ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് അവരുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ വല്ലാതെ പോരാടി 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 ഒരു പ്രാർത്ഥനാ വിഷയമായി പോലും പറയാൻ കഴിയാതെ ചില രഹസ്യ വേദനകൾക്കകത്ത് കുഞ്ഞിന്റെ പോക്കിൽ മനമെടുത്ത് കരയുന്ന മാതാവിനോട് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി തീ ഇറക്കുന്ന ദൈവമുണ്ട്. സ്തുതിക്കേണ്ടവർ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കേണ്ടവർ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കുക, സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കണമെന്നുള്ളവർ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഇന്ന് രാത്രി വലിയ വിടുതലിന്റെ രാത്രിയാണ്. ഈ രാത്രി കാൽവറിയിൽ നിന്ന് ഒഴുകുന്ന രക്തം ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗ സൗഖ്യങ്ങൾ ഇന്ന് രാത്രി നടക്കും. ചില ബന്ധനങ്ങൾ അഴിയപ്പെടും. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, പ്രാർത്ഥിക്കണമെന്നുള്ളവർ മുമ്പോട്ട് കടന്നു വന്ന ആരെ നോക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാപക്കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. കാൽവറി മലയിൽ നിന്നൊഴുകിയ ദൈവശക്തി ഇന്ന് രാത്രി കുടുംബങ്ങളെ പണിയുന്ന രാത്രി.